ധനനയ പ്രഖ്യാപനത്തിന് പിന്നാലെ വിപണികൾ ചാഞ്ചാട്ടത്തിൽ. ഓഹരി സൂചികകൾ നേരിയ നേട്ടത്തിലേക്ക്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും കൂടി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ക്രൂഡ് വില കുതിക്കുന്നു. തുടർച്ചയായ 7ാം തവണയും അടിസ്ഥാന നിരക്കിൽ മാറ്റം വരുത്താതെ RBI ധനനയ പ്രഖ്യാപനം. റിപ്പോ നിരക്ക് 6.5% തുടരും. വിലക്കയറ്റ നിയന്ത്രണം ലക്ഷ്യത്തോടടുക്കുന്നുവെന്ന് വിലയിരുത്തൽ. ഭക്ഷ്യവിലക്കയറ്റം വെല്ലുവിളിയായി തുടരുന്നുവെന്ന് RBI ഗവർണർ. വാഹന വായ്പകളുടെ പ്രതിമാസ തവണകളിൽ മാറ്റം വരില്ല. തുടർച്ചയായ 3ാം വർഷവും 7%-ലേറെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിക്കുന്നതായി ശക്തികാന്ത ദാസ്. രാജ്യാന്തര വിപണികളിലെ വിലക്കുറവിന്റെ ചുവട് പിടിച്ച സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 360 രൂപ കുറഞ്ഞു. ഇന്നത്തെ വില ഗ്രാമിന് 6415 രൂപയും പവന് 51,320 രൂപയും. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന സൂചന വില കുറയാൻ കാരണമായെന്ന് വിലയിരുത്തൽ. റഷ്യൻ ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് US. റഷ്യ വൻ വിലക്കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത് നിരീക്ഷിച്ചു വരികയാണെന്ന് അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ കമ്പനികൾക്ക് ബാരലിന് $60 വരെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി സാധ്യമെന്നും US. UPI വഴി ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനുകളിൽ പണം നിക്ഷേപിക്കാൻ RBI അനുമതി. തീരുമാനം ക്യാഷ്ലെസ് ഡിപ്പോസിറ്റ് സൗകര്യം നൽകുന്നതിന്റെ ഭാഗമായി ഫിൻടെക് കമ്പനികൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാനാവുമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. RBIയുടെ ധനനയ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഒരു ചാഞ്ചാട്ടം പ്രകടമാണ്. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നുള്ള പ്രഖ്യാപനം നടത്തിയോടെ ബാങ്ക് ഓഹരികൾ കുറച്ച് നേട്ടത്തിലാണ്. റിയൽറ്റി ഓഹരികളിൽ 2% വരെ നേട്ടം രേഖപ്പെടുത്തി. പക്ഷേ പ്രധാനമായും IT മേഖലയുടെ ഒരു നഷ്ടം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഹരി വിപണി ഒരു ചാഞ്ചാട്ടം വലിയ രീതിയിൽ പ്രകടമാണെന്ന് തന്നെ പറയാം. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റി 50 ചെറിയൊരു നഷ്ടത്തിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. 22 പോയിന്റ് ഇടിവിൽ 22,492 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി 50യിൽ വ്യാപാരം നടത്തുന്നത്. പക്ഷേ റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ബാങ്ക് ഓഹരികളൊക്കെ ഏകദേശം ഒരു തിളക്കത്തിലാണെന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കിൽ 162 പോയിന്റ് നേട്ടത്തിൽ 48,223 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഒപ്പം തന്നെ ഫിനാൻഷ്യൽ ഓഹരികളിലും ഈ ഒരു തിളക്കം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം പ്രകടമാണെന്ന് പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും ചെറിയൊരു ഇടിവ് പ്രകടമാണ്. ഏകദേശം 45 പോയിന്റ് നഷ്ടത്തിൽ 74,180 പോയിന്റിലാണ് സെൻസെക്സിലും നിലവിൽ വ്യാപാരം നടക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിലുണ്ടായ ഒരു അനിശ്ചിതത്വത്തെ തുടർന്നാണ് പ്രധാനമായും IT ഓഹരികളിലൊക്കെ തന്നെ ഈ ഒരു നഷ്ടം ഉണ്ടായതെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ പതിവ് സെഗ്മെന്റാണ്. DPFSന്റെ ഡയറക്ടർ KV സാമുവൽ ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV സാമുവൽ. മാർക്കറ്റിൽ ഇന്ന് RBIയുടെ ധനനയ പ്രഖ്യാപനത്തിന് ശേഷം വലിയ രീതിയിലൊരു ചാഞ്ചാട്ടം പ്രകടമാണ്. എന്തൊക്കെയായിരിക്കും ഈ ഒരു ചാഞ്ചാട്ടത്തിന് പിന്നിലെ കാരണങ്ങൾ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. RBIയുടെ പോളിസി സ്റ്റേറ്റ്മെന്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് മാർക്കറ്റിന് വലിയൊരു റിയാക്ഷന് ഉണ്ടാക്കിയില്ല. മാർക്കറ്റ് ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു ഉണർവ് കണ്ടു. അത് RBIയുടെ ആ സ്റ്റേറ്റ്മെന്റ് ബാങ്കുകൾക്ക് പോസിറ്റീവായിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് RBI ബാങ്കിങ് സ്റ്റോക്സുകൾക്ക് പോസിറ്റീവായിരുന്നു. RBIയുടെ സ്റ്റേറ്റ്മെന്റിൽ അടുത്ത വർഷം GDP ഗ്രോത്ത് 7% ആയിരിക്കും എന്ന് പറഞ്ഞത് നേരത്തെ എക്സ്പെക്റ്റഡ് അതായിരുന്നു. എങ്കിൽ തന്നെയും അത് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോക്കുകൾ HDFC ബാങ്ക് 1.53% ഉയർന്ന് 1580-ലും, SBI ലൈഫ് 1.35% ഉയർന്ന് 1483-ലും, ബജാജ് ഫിൻസർവ് 1.25% ഉയർന്ന് 1676-ലുമാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരികൾ BPCL 1.83% ഇടിഞ്ഞ് 587-ലും, ബജാജ് ഓട്ടോ 1.47% ഇടിഞ്ഞ് 9012-ലും, ബജാജ് ഫൈനാൻഷ്യൽസ് 1.42% ഇടിഞ്ഞ് 7198-ലുമാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇനിയുള്ള ഒരു 1.5 മണിക്കൂർ ഏകദേശം ഒരു ഈ റേഞ്ചിൽ തന്നെ തുടരാനാണ് സാധ്യത.
4:45 ഫർദർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. നന്ദി ശ്രീ കെ വി സാമുവൽ. ഏതായാലും വിപണിയിൽ ഒരു ചാഞ്ചാട്ടം തുടരുകയാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളുള്ള ഈ ഒരു അനിശ്ചിതത്വം വിപണിയിലും പ്രതിഫലിച്ചെന്ന് തന്നെ പറയാം. മാർക്കറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂണുമായി ടി കെ റിജിത്ത് തുടരും.